പ്രധാനമന്ത്രി നരേന്ദ്രമോദി പശ്ചിമബംഗാളിൽ പറഞ്ഞിട്ടുള്ള അതേ ഭാഷ തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ കേരളത്തിൽ പറയുന്നത്. അതായത് പശ്ചിമബംഗാളിൽ മുസ്ലിങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു, അതുകൊണ്ട് വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാകുന്നു. മുസ്ലിങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതുകൊണ്ട് പശ്ചിമബംഗാളിന്റെ ഭാഷ മാറുന്നു, സംസ്കാരം മാറുന്നു. അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ കേരളത്തിൽ മുസ്ലിങ്ങളെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ട്, മുസ്ലിം സമുദായങ്ങളെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ട് മറ്റെല്ലാ സമുദായങ്ങളും ഒന്നിക്കണമെന്ന് ആഹ്വാനം ചെയ്യുമ്പോൾ അതിന്റെ രാഷ്ട്രീയം എന്താണ്? സംഘപരിവാറിന്റെ വളരെ വ്യക്തമായ രാഷ്ട്രീയമല്ലേ? വെള്ളാപ്പള്ളി നടേശൻ പ്രതിദാനം ചെയ്യുന്ന ഈ സംഘടന നമുക്ക് 1948 കൊല്ലം SN കോളേജിന് വേണ്ടി അന്ന് 5000 രൂപ SN കോളേജ് നിർമ്മിക്കാനായി 5000 രൂപ സംഭാവന ചെയ്തത് തങ്ങള് കുഞ്ഞ് മുസ്ലിയാർ എന്ന അവിടുത്തെ ഒരു മുസ്ലിം പ്രമാണിയാണ്. അന്ന് അരിക്കൊക്കെ 1 കിലോ അരിക്ക് 3 പൈസയായിരിക്കും അന്നത്തെ വില. പിന്നീട് SN ട്രസ്റ്റ് രൂപീകരിച്ചപ്പോൾ അതിലെ അംഗമായിരുന്നു തങ്ങള് കുഞ്ഞ് മുസ്ലിയാർ എന്ന് പറയുന്നത്. കൊടുങ്ങല്ലൂരിലെ മണപ്പാട്ട് കുഞ്ഞഹമ്മദ് ഹാജി 25 ഏക്കർ ഭൂമിയാണ് SN ട്രസ്റ്റിന് നൽകിയത്. അപ്പോൾ മുസ്ലിം സംഘടനകളും മുസ്ലിം സമുദായക്കാരും മുസ്ലിം പ്രമാണിമാരും ഒക്കെ തന്നെ SNDPയുടെയും ഈഴവ സമുദായത്തിന്റെയും ഒക്കെ തന്നെ ഉന്നമനത്തിന് വേണ്ടി, നവോത്ഥാനത്തിന് വേണ്ടി കേരളത്തിൽ ഒരുപാട് സംഭാവനകൾ ചെയ്തിട്ടുണ്ട്. അത് ചരിത്രമാണ്. ആ ചരിത്രം അറിയാത്തവരല്ല വെള്ളാപ്പള്ളി നടേശൻ എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. വെള്ളാപ്പള്ളി നടേശനെ വിമർശിക്കാത്ത സുകുമാരൻ നായരും. അപ്പോൾ ഇപ്പോൾ ഈ പറയുന്നതൊക്കെ തന്നെ കൃത്യമായ പൊളിറ്റിക്കൽ അജണ്ടയോട് കൂടിയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട.